അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ശബരിമലയിലെ ചീഫ് കോർഡിനേറ്ററും കേരള സംസ്ഥാനത്തെ ADGP-യുമായ ശ്രീജിത്ത് IPS ആണ്. ശ്രവണം, വന്ദനം, കീർത്തനം, ദാസ്യം, സഖ്യമാത്മനിവേദനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രക്രിയകളിലൂടെ കേൾക്കുന്നു, ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുന്നു, ഭഗവാന് ദാസ്യപ്പെടുന്നു. ഇപ്പം ഞാൻ ശബരിമലയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പണി അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാന്റെ ദാസനായി നിന്നുകൊണ്ട്, ഭഗവാനെ കാണാൻ വരുന്ന എല്ലാവരുടെയും ദാസനായി നിന്നുകൊണ്ട് ഭഗവത് സേവ ചെയ്യാനുള്ള അവസരം. ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയണത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മനുഷ്യൻ എന്താണ് എന്ന് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്, ഞാൻ ആര് എന്ന് ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ അതിന് നിർവാണാഷ്ടകം എന്ന് പറയുന്നതിനകത്തുള്ളൊരു ഒരു മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം. ഇപ്പം നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് പോകാമെങ്കിൽ നിങ്ങൾക്ക് വെറുത്തുകൊണ്ടും ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കട്ടെ എന്നാണ് ചോദ്യം. ജനങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ, പക്ഷേ അദ്ദേഹം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? അങ്ങനെ ശ്രീജിത്ത് IPS എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മനസ്സിൽ എന്തിനാണ് ഭക്തി, എന്തിനാണ് ആരാധനാലയങ്ങളിൽ പോകേണ്ടത്? ഭക്തി എന്ന് പറയുന്നത് ഒരു രക്ഷിതാവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്ന് പറയുന്നൊരു തിയറിയുണ്ട്. അതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണുള്ളത്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ശബരിമലയിലെ ചീഫ് കോർഡിനേറ്ററും കേരള സംസ്ഥാനത്തെ ADGP-യുമായ ശ്രീജിത്ത് IPS ആണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറിനെ കുറിച്ച് അബാക് മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ആദ്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ചോദ്യം, ക്ഷേത്രങ്ങളിൽ തൊഴാൻ വേണ്ടി സോപാനത്തിൽ നിൽക്കുമ്പോൾ അങ്ങ് ഭഗവാന്മാരെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് പാടുമ്പോഴതിനടിയിലെല്ലാം വരുന്നൊരു കമൻ്റ് ഉണ്ട്, സംഖ്യയായിരുന്നല്ലേ എന്ന്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു IPS-കാരൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ആരാധനാലയങ്ങളിൽ പോകുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തിനാണ് അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ട് കെട്ടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്? എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല എന്തിനാ ഇത് ചെയ്യുന്നതെന്ന്. പ്രത്യേകിച്ച് ഈ വിശ്വാസം എന്നുള്ളതിൻ്റെ ഒരു വശം, അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ഒരു ആത്മീയമായ സ്പിരിച്വലായിട്ടുള്ളൊരു ആസ്പെക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പലപ്പോഴും അങ്ങനെ പലതും ചെയ്യാറുള്ളത്. അതിനകത്ത് ഒന്ന്, നേരത്തെ താങ്കൾ ചോദിച്ച മാതിരി ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയണത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് പിന്നെ ഈ പറയുന്നവൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ തള്ളിക്കളയുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഈ ക്ഷേത്രത്തിൽ പോകുന്നതിനും ക്ഷേത്ര ദർശനം നടത്തുന്നതിനും ക്ഷേത്രവിശ്വാസികളായവർക്കും തന്ത്രം പഠിച്ചവർക്കും അതിന് മഹത്തായ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ത്വരയോ ആർജവമോ ഇല്ലാത്ത ഒരു പറ്റം വ്യക്തികളുടെ അബദ്ധജടിലമായ കുറേ നിഗമനങ്ങളാണ് ഈ എഴുതി വെക്കുന്നത്. അതിന് ഞാൻ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് ഞാൻ പ്രതികരിക്കുന്നില്ല. താങ്കളത് ചോദിച്ചതുകൊണ്ട് ഇനി ഞാൻ മറുപടി പറയുന്നു. ഇതിന് വളരെ ഗഹനമായ, അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള കാരണങ്ങളുണ്ട്. അത് വേണമെങ്കിൽ എനിക്ക് പങ്കുവെക്കുന്നതിന് വിരോധവുമില്ല. അല്ല, ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരു കേരളത്തിലൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. പക്ഷേ അങ്ങയെ കാണുമ്പോൾ, അങ്ങ് ശബരിമല ഡ്യൂട്ടിയിലായാലും അല്ലെങ്കിൽ അങ്ങയുടെ സ്വകാര്യമായ ക്ഷേത്ര സന്ദർശനങ്ങളൊക്കെ ആയാലും പരമഭക്തനായി ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ജനങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ, പക്ഷേ അദ്ദേഹം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? അങ്ങനെ ശ്രീജിത്ത് IPS എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മനസ്സിൽ എന്തിനാണ് ഭക്തി, എന്തിനാണ് ആരാധനാലയങ്ങളിൽ പോകേണ്ടത്? ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു രക്ഷിതാവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്ന് പറയുന്നൊരു തിയറിയുണ്ട്. അതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണുള്ളത്. ഒരു പക്ഷേ മനുഷ്യൻ്റെ ആരാധനാക്രമങ്ങൾ പ്രകൃതിയോട് തുടങ്ങിയിട്ടുള്ളതിന് ഒരു പക്ഷേ പ്രാകൃതികമായ കുറേ ഭീകര അനുഭവങ്ങളും പ്രാപഞ്ചികമായിട്ടുള്ള അപകടങ്ങളും ഒക്കെ ഒരു പരിധിവരെ മനുഷ്യനാവുന്നതിന് മുമ്പ് കാരണമായിട്ടുണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം എന്താണ്? നമ്മൾ രാമാപിത്തേക്കസ്, അസ്ട്രലോപിത്തേക്കസ് ഒക്കെ എന്ന് പറഞ്ഞ മനുഷ്യൻ പരിണാമഘട്ടത്തിലാണ്. ആ പരിണാമഘട്ടത്തിൽ മനുഷ്യനാവുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യരല്ലെന്ന് വെച്ചാൽ മനുഷ്യരാണ്, എന്നാൽ ചിന്താശക്തിയുള്ളൊരു മനുഷ്യനായി മാറുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനിടയിലാണ് ഭയം, ഭീതി എന്ന് പറയുന്നത് നമ്മളെ നയിച്ചത്. അന്ന് തുടങ്ങിയ ആരാധനയിലൂടെ മനുഷ്യൻ്റെ എവല്യൂഷൻ, മനുഷ്യൻ്റെ വെച്ചാൽ ചിന്താപരമായ, ബുദ്ധിപരമായ, ബൗദ്ധികമായ
ഒരു മാറ്റം മനുഷ്യന് കൈവന്നതിന് ശേഷം മനുഷ്യൻ ചിന്തിക്കുന്നതിൻ്റെ പുറത്താണ് പലപ്പോഴും നമ്മളുടെ ആത്മീയവാദവും മതങ്ങളെക്കുറിച്ചുള്ള ചിന്തയും സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ചിന്തയൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അവിടെ പിന്നെ ഭയത്തിനും ഭീതിയേക്കാളും ഒക്കെ പലപ്പോഴും ഞാൻ ഈ പറയുന്നതിൻ്റെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പോയി കരയേണ്ടി വരും ചെയ്ത പാപങ്ങൾ തീരാൻ എന്നൊക്കെ പറഞ്ഞ് കമൻസാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എന്താ വെച്ചാൽ അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അയാൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ എന്നെക്കുറിച്ച്. പ്രത്യേകിച്ച് ഞാൻ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഞാൻ അതിനൊന്നും ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഇതല്ല. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഭക്തി എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ശാസ്ത്രങ്ങളിൽ നമ്മളുടെ മനുഷ്യൻ എന്താണ് എന്ന് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്, ഞാൻ ആര് എന്ന് ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ അതിന് നിർവാണാഷ്ടകം എന്ന് പറയുന്നതിനകത്തുള്ളൊരു ഒരു ഒരു മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം, ഞാൻ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ചിത്തമോ അല്ല, അതിനപ്പുറത്തുള്ള എന്തോ ആണ്, എൻ്റെയാണിതെല്ലാം എന്ന് പറയുമ്പോൾ ഞാൻ ആര് എന്നുള്ളൊരു ചിന്ത. ഞാൻ ആര്, അവനവൻ്റെ അസ്തിത്വത്തെ ചികഞ്ഞ് അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഇവല്യൂഷൻ ചിന്തയിൽ വന്നതിന് ശേഷമുള്ള മനുഷ്യനെയാണ് ഞാൻ മനുഷ്യൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യൻ മനുഷ്യനായി മാറുന്നതെന്ന് പറഞ്ഞത്. ആ അവസ്ഥയിലെത്തുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സമ്പ്രദായങ്ങളിൽ പറഞ്ഞിട്ടുള്ള അനവധി മാർഗങ്ങളുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള മാർഗമാണെന്ന് വെച്ചാൽ യോഗത്തിന് വേണ്ടിയിട്ടുള്ള മാർഗം. യോഗം എന്താണെന്ന് ചോദിച്ചാൽ ഈ അപരിമേയവും അനന്തവുമായ ഈ ശക്തി സ്രോതസ്സിനെ, പ്രപഞ്ചത്തിലുള്ളൊരു ശക്തി സ്രോതസ്സിനെ നിയാമക ശക്തിയുമായിട്ടുള്ള യോഗത്തിനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ യോഗം എന്ന് പറയുന്നത്. അതിന് പലതരത്തിലുള്ള യോഗങ്ങൾ വിവക്ഷിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ വലിയ ഋഷീശ്വരന്മാരെന്ന് പറയുമ്പോൾ ഈ ഋഷി എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉടനെ ഈ സംഖ്യപ്പട്ടം ചാർത്തി തരുമെന്നുള്ള പേടി അവിടെ കിടക്കുന്നത് അവിടെ നിന്നോട്ടെ. ഋഷി എന്ന് പറയുന്നവന് ഒരു ശാസ്ത്രജ്ഞൻ, ചിന്തകൻ എന്നൊക്കെ അർത്ഥമേ ഉള്ളൂ. നമുക്ക് എല്ലാ സംസ്കാരങ്ങളിലും ഋഷീശ്വരന്മാരുണ്ട്. പിന്നെ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമല്ല. എന്നെ സംബന്ധിച്ചോളം ഗ്രീസിൽ സോക്രട്ടീസ്, ടോളമി, ആർക്കിമിഡീസ് ഇവരെല്ലാം ഋഷീശ്വരന്മാരാണ്. ഈവൻ കാർൽ മാർക്സിനെ പോലും എനിക്ക് ഋഷീശ്വരൻ എന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു പരിധി വിട്ട് ചിന്തിച്ച് ആ ചിന്ത മാത്രം നയിച്ചൊരു ജീവിതം ബാക്കി നിർത്തുന്ന എല്ലാവരും അവർ ഋഷിമാരായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെയുള്ള ഋഷീശ്വര സങ്കല്പത്തിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ള യോഗത്തിനുള്ള ഉപാധികളിൽ യോഗം എന്താണെന്ന് ചോദിച്ചാൽ യോഗത്തിന് യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പതഞ്ജലി പറഞ്ഞിരിക്കുന്നത്. പതഞ്ജലിയുടെ ആദ്യത്തെ യോഗസൂത്രം അതാണ്. ചിത്തവൃത്തികളെ നിരോധിക്കാൻ കെൽപ്പുള്ളവൻ ആരോ അവനെ യോഗി എന്ന് പറയാം. അവൻ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ യോഗമെന്നും പറയാമെന്നാണ്. ആ യോഗത്തിന് നമ്മൾ കർമ്മയോഗം, സാഖ്യയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, അങ്ങനെ ഒരുപാട് യോഗ വഴികൾ. ഇനി ഇതിനകത്ത് ഏറ്റവും രസകരമായി എവിടെയും പ്രതിപാദിക്കപ്പെടാതെ പോയിട്ടുള്ളൊരു യോഗമുണ്ട്. ഇനി ഞാൻ ചിലയിടത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ സംരംഭയോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല വഴികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ള വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിലൊന്ന് മാത്രമാണ് ഭക്തിയോഗം. ആ ഭക്തിയോഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, എൻ്റെ പന്ഥാവായി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഭക്തിയിൽ പറഞ്ഞിരിക്കുന്ന ഭക്തിയോഗത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള നിയമാവലികളുടെ ഭാഗമായിട്ട് ശ്രവണം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നാണ് ഭക്തിയുടെ. ശ്രവണം, വന്ദനം, കീർത്തനം, ദാസ്യം, സഖ്യമാത്മനിവേദനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രക്രിയകളിലൂടെ കേൾക്കുന്നു, ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുന്നു, കീർത്തിക്കുന്നു, ഭഗവാന് ദാസ്യപ്പെടുന്നു. ഇപ്പം ഞാൻ ശബരിമലയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പണി അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാന്റെ ദാസനായി നിന്നുകൊണ്ട്, ഭഗവാനെ കാണാൻ വരുന്ന എല്ലാവരുടെയും ദാസനായി നിന്നുകൊണ്ട് ഭഗവത് സേവ ചെയ്യാനുള്ള അവസരം. ഇത് ഈ ഭക്തിയോഗത്തിൽ പറഞ്ഞിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള ഒരു ഉപാധിയാണ് ദാസ്യം എന്ന് പറയണേ. എന്തിനു വേണ്ടിയിട്ട്? സഖ്യമാത്മനിവേദനം. എന്നിട്ട് അവസാനം ഭഗവാനോട് ഒപ്പമെത്തുന്ന, എന്നിട്ട് ഭഗവാനും ഞാനും ഭിന്നമല്ല എന്നുള്ള അവസ്ഥയിലേക്ക്, തത്വമസി എന്നുള്ള അവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള ഉപാധിയാണ് ഭക്തിയോഗം എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനി മറ്റ് യോഗങ്ങൾ പറഞ്ഞാൽ ജ്ഞാനയോഗവും കർമ്മയോഗം എന്നൊക്കെ അറിയാം, നിങ്ങൾ ഭഗവത്ഗീതയിൽ വായിച്ചിട്ടുണ്ട്. ഇതിൽ സാധാരണ കേൾക്കാത്തൊരു യോഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സംരംഭയോഗം. സംരംഭയോഗത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്നത് ഗോഡ് ഇസ് ലവ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം വാട്ട് ഇസ് ഹേറ്റ്രഡ്? ഈ നിയാമക ശക്തി അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാം മതത്തിൽ അള്ളാഹു എന്ന് പറയുന്നത്,
അല്ലെങ്കിൽ പിതാവ് എന്ന് ക്രിസ്തീയ മതത്തിൽ പറയുന്ന അനന്ത വിഹായസിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു അനന്ത ശക്തി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം. ശക്തി. അതെ, ആ ശക്തിയിലേക്ക് ആണ് എല്ലാ സാധനങ്ങളും ചെന്നു ചേരുന്നത്. ആ ശക്തിയിൽ നിന്നാണ് എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും മനുഷ്യനും പരമ്പരകളും പ്രപഞ്ചവും ഉദ്ഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ 2 വകഭേദങ്ങളിൽ ഒന്നാണ് ലവ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഹേറ്റ്രഡ് ആണ്. അതും നിർഗളിക്കേണ്ടത് ഈ പരബ്രഹ്മാവസ്ഥയിൽ നിന്ന് തന്നെയല്ലേ, ആയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രേമത്തിലൂടെ സ്നേഹത്തിലൂടെ ഭഗവാനിലേക്ക് തിരിച്ചു പോകാമെങ്കിൽ, ബ്രഹ്മത്തിൽ നിന്ന് ഉടലെടുത്തത് സ്നേഹം, ഗോഡ് ഇസ് ലവ്, സംശയമില്ല. അപ്പം നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് പോകാമെങ്കിൽ നിങ്ങൾക്ക് വെറുത്തുകൊണ്ടും ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കണ്ടേ എന്നാണ് ചോദ്യം. പക്ഷെ രണ്ടിൻ്റെയും റിസൾട്ട് രണ്ടായിരിക്കില്ലേ? ഒരിക്കലുമില്ല. മനുഷ്യനാണ് ആ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ആരൊക്കെയാണെന്നറിയോ? നമ്മുടെ പുരാണങ്ങളിലുണ്ട്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും, രാവണനും കുംഭകർണനും, ശിശുപാലനും ദന്താവക്ത്രനും. ഇവരൊക്കെ എന്താ ചെയ്തതെന്നറിയോ? ഈ 6 പേരുടെ പേര് ഞാൻ എടുത്തു പറയാനൊരു കാരണമുണ്ട്. ഇവരുടെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരു ഐതിഹ്യമുണ്ട്. അതായത് പണ്ട് ഈ ജനനമൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ അവതാരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, ഇവർ അവതാരങ്ങൾ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇവർ ജയവിജയന്മാരായിരുന്നു എന്നാണ് സങ്കല്പം. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിന് കാവൽ നിൽക്കുന്ന ജയവിജയന്മാർ. ഈ ജയവിജയന്മാർക്ക് ഒരു ദിവസം ഒരു സംശയം തോന്നുകയാണ്. അതും മനുഷ്യ മനസ്സിൻ്റെ വൈകല്യങ്ങളുടെ ഭാഗമായിട്ട് അതിനെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ജയവിജയ നമുക്ക് പലപ്പോഴും ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ തോന്നും. വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചൊറിയാൻ തോന്നുന്ന ചിന്ത. അങ്ങനെ ഒരു ചിന്ത ഈ ജയവിജയന്മാർക്ക് തോന്നി. നമ്മളെപ്പോഴും ഈ ഭഗവാനെ നല്ല സന്തോഷത്തിൽ ചിരിച്ചിരിക്കുന്ന ഭഗവാനല്ലേ കണ്ടിട്ടുള്ളൂ. ഇദ്ദേഹം ഭയങ്കര യുദ്ധോത്സുകനും യുദ്ധതന്ത്രജ്ഞനും യുദ്ധവീരനും പരമക്രൗര്യത്തോടുകൂടി ശത്രുക്കളെ ഹനിക്കുന്നവനാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മുഖം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഭഗവാനെ കാണുന്ന രീതി കണ്ട് നമിച്ച് വണങ്ങിക്കഴിഞ്ഞാൽ പോരെ. ഇങ്ങനെ ചിന്തിച്ച ഉടനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞു, നമുക്കിത് ഒരാളോട് പോയി ചോദിക്കാം. ഈ മുഖം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഒരാളോട് പോയി ചോദിക്കാം. യുദ്ധത്തിൽ എപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് ഗരുഡൻ. അദ്ദേഹത്തോട് ചോദിക്കാം. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് ഗരുഡ ഭഗവാനെ കണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളല്ലേ ഇദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഈ യുദ്ധത്തിലൊക്കെ പോകുന്നത്, അപ്പോൾ ഇങ്ങനെ ഈ ക്രൂരമുഖം എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അങ്ങനെയൊക്കെ മനസ്സിലായി ഇത് ആവശ്യമില്ലാത്ത പണിയാണ് ഇവർ പറയുന്നത്. ഇത് നൊഴിയുന്നതല്ലേ ഈ ചോദ്യത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞു എന്നറിയാം, ഞാൻ ഇതുവരെ അങ്ങേരുടെ മുഖം കണ്ടില്ല, അങ്ങനെ എൻ്റെ പുറകിലല്ലേ ഇരിക്കും, ഞാൻ മുമ്പോട്ട് നോക്കിയാണ് ഞാൻ പറക്കുന്നത്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവരിതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഭഗവാൻ അന്തര്യാമിയാണെന്നാണല്ലോ. സർവചരാചരങ്ങളിലും വസിക്കുന്ന നാരായണൻ. ആ നാരായണൻ അറിയാണ് ഈ പാർഷദന്മാരായി നിൽക്കുന്ന ഇവരുടെ വിചാരങ്ങളും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ സനകാദി മുനികൾ അവിടെ വരുന്നു എന്നാണ് ഐതിഹ്യം. അവർ വന്നപ്പോൾ ഇവർ പറഞ്ഞ് കാത്തു നിൽക്കാൻ പറഞ്ഞു. അവർ കുറച്ച് നേരം കാത്തു നിന്നു. ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. ഇവർക്ക് ചെറിയൊരു ഗർഭുള്ളിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരങ്ങ് ശപിക്കുകയാണ്. 7 ജന്മം ഭൂമിയിൽ പോയി കിടന്ന് അലഞ്ഞു തിരിഞ്ഞിട്ട് ഭഗവാനെ വിളിച്ച് ഇവർ ഉടനെ കാല് പിടിക്കുകയാണ്, രക്ഷപ്പെടുത്തണം. അപ്പോൾ അവരറിയാത്തപ്പം ഭഗവാന്റെ കോംപ്രമൈസിന് വിളിക്കണം ഭഗവാനെ. അപ്പോൾ ഭഗവാൻ വന്നിട്ട് പറയാം, എന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കും, പാവങ്ങളല്ലേ എൻ്റെ ആൾക്കാരാ. ഈ മുനിമാരെന്ത് പറയും, ഞങ്ങൾക്കൊരു ഓപ്ഷൻ തരാം, ഒന്നുകിൽ 7 ജന്മം ഇങ്ങനെ കരഞ്ഞു വിളിച്ച് വരാം, അല്ലെങ്കിൽ ഭഗവാന്റെ ശത്രുക്കളായി ഭഗവാനാൽ ഹനിക്കപ്പെട്ട് പെട്ടെന്ന് തിരിച്ചു വരാം, 3 ജന്മം മതി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 7 ജന്മം സഹിക്കാൻ വയ്യാണ്, 3 ജന്മം ശത്രുക്കളായി ഇരുന്നോളാം. അങ്ങനെയാണ് അവരുടെ അവതാരങ്ങളായ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രാവണനും കുംഭകർണനും 3 യുഗങ്ങളിലാണെന്ന് ഓർത്തോണം. ദ്വാപരയുഗത്തിലായപ്പോഴത്തേക്കും ശിശുപാലനും ദന്താവക്ത്രനും. ഇവർക്ക് മോക്ഷം സിദ്ധിക്കുന്നത് ഭഗവാനെ വെറുത്തുകൊണ്ടാണ്. രാവണൻ അവസാനത്തെ 13 ദിവസം അയാളുടെ ഏറ്റവും പ്രാണപ്രയാസിയായിട്ടുള്ള മണ്ഡോദരിയെ കണ്ട ഭയ്യോ രാമൻ എന്ന് പറഞ്ഞ് പേടിച്ചു. ആ ഭയവും വെറുപ്പും നിരന്തരമായ മനസ്സിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ മനസ്സിൽ രാമൻ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഭഗവാൻ ഏത് രൂപത്തിലുള്ള ചിന്ത കൊണ്ട് ഭഗവാനെ വിളിക്കുന്നു എന്നുള്ള അങ്ങേർക്കൊരു വിഷയമല്ലല്ലോ. അതുകൊണ്ട് രാവണന് മോക്ഷം രാമന് മുമ്പേ
ലക്ഷ്മണന് മുമ്പേ, ഹനുമാന് മുമ്പേ, സുഗ്രീവന് മുമ്പേ കിട്ടിയെന്നാണ് രാമായണം പറയുന്നത്. അപ്പം അതിനാണ് സംരംഭയോഗം. അപ്പം ഈ സംരംഭയോഗം എന്ന് പറഞ്ഞൊരു യോഗം ലോകത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഐതിഹ്യമാണോ എന്ന് പോലും. അപ്പം ലോകത്തേത് വികാരം കൊണ്ട് നിങ്ങൾ ഭഗവാനെ ചിന്തിച്ചാലും നിങ്ങൾ ആ അപരമീയമായ സത്യത്തിലേക്ക് എത്തിപ്പെടും. അനന്തമായ ബ്രഹ്മം നിങ്ങൾക്ക് സാക്ഷാത്കാരത്തിന് ഉതകുന്ന രീതിയിൽ ആകും. അഹം വികൽപ്പൈരഹമേവ കേവലം മയിസ്ഥിതം വിശ്വമിതം ചരാചരം ഇതം രഹസ്യം അമേന ദർശിതം. അഹം വികൽപ്പം, ഞാൻ കണ്ടിന്യൂസ് ആണ്, എനിക്ക് മുറിവില്ല, ഇടവതടവുകളില്ല. അഹമേവ കേവലം, ഞാൻ മാത്രമേ ഉള്ളൂ. മയിസ്ഥിതം വിശ്വമിതം ചരാചരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തപസ് കൊണ്ടെത്താൻ ഉതകുന്ന അനേകം യോഗങ്ങളിലൊന്ന് സംരംഭയോഗവും മറ്റൊന്ന് അതിൻ്റെ അങ്ങേറ്റം ഭക്തിയോഗവുമാണ്. അതിൽ നിന്റെ മനസ്സിന് ഉതകുന്നത് ഏതോ നിനക്ക് സ്വീകരിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഭക്തിയോഗം. എനിക്ക് മറ്റേ പണിയൊന്നും ശരിയാവില്ല. ഏത് ഭഗവാനെ വെറുക്കാനുള്ള ചങ്കുറ്റൊന്നും എനിക്കില്ല. ഞാൻ ആ പണിയെടുത്തു. നമുക്ക് നമ്മളത് സ്ട്രൈറ്റ് എന്ന് പറയും, സംരംഭയോഗം അതായിരിക്കും സ്ട്രൈറ്റ്. ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അത്രയും മതങ്ങളുണ്ടാവുന്ന ഒരു കാലം വരുമെന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ നിന്റെ മതിയിൽ നിന്ന് നിർഗളിക്കുന്നത് എന്തോ അത് മതം. എൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, എൻ്റെ ബുദ്ധിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെയാണ് ഞാൻ മതം എന്ന് പറയുന്നത്. അത് എൻ്റെ മതമാണ്, എൻ്റെ മതം എൻ്റെത് മാത്രം. ഈ ഭക്തിയോഗം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് മറ്റ് ഭക്തരെ പോലെ ആവണമെന്നില്ല. ഈ ഭക്തൻ എന്നുള്ള വാക്ക് ക്ഷേത്രത്തിൽ പോകുന്നവനൊക്കെ ഭക്തനാണെന്ന് കരുതുന്ന അബദ്ധമാണ്.